തിരുവനന്തപുരത്ത് ബിയർ കുപ്പി പൊട്ടിച്ച് യുവാവിനെ കുത്തിയ കേസിലെ പ്രതിയെ കോയമ്പത്തൂരിൽ നിന്നും പിടികൂടി. കീഴാറ്റിങ്ങൽ സ്വദേശി കുട്ടി എന്ന് വിളിക്കുന്ന എയ്ഷറാണ് അറസ്റ്റിലായത്. ജൂലൈ 1-നാണ് പ്രതി മേൽ കടക്കാവൂർ സ്വദേശി ശരത്തിനെ ആക്രമിച്ചത്. സുഹൃത്തിനെതിരെ പോലീസിൽ പരാതി നൽകിയതിനുള്ള വിരോധമാണ് ആക്രമണത്തിന് കാരണം. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ദേവൻ MP ചേരുന്നു. ദേവൻ, ഒളിവിലായിരുന്ന പ്രതിയെയാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടോ? അഖില, ഇയാളുടെ അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വൈകുന്നേരത്തോടുകൂടി തന്നെ പ്രതിയെ കോടതിയിൽ ഹാജരാക്കുകയും റിമാൻഡിലാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സംഭവം നടക്കുന്നത് ജൂലൈ 1-ാം തീയതിയാണ്. ജൂലൈ 1-ാം തീയതി ഈ പറയുന്നത് പോലെ തന്നെ കടക്കാവൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഒരു ചിറയ്ക്ക് സമീപം ഇരിക്കുകയായിരുന്നു ഈ ശരത്ത് എന്ന് പറയുന്ന ആൾ. അവിടേക്ക് എത്തിയതാണ് പ്രതിയായിട്ടുള്ള എയ്ഷർ. ഈ ശരത്തും പ്രതിയായിട്ടുള്ള എയ്ഷറും തമ്മിൽ മുൻവൈരാഗ്യമുണ്ട്. അതായത് ഈ സുഹൃത്തിൻ്റെ ഒരു പരാതിയിലെ പോലീസ് നടപടി എടുത്തിട്ടുണ്ടായിരുന്നു. അതിലുണ്ടായ വിരോധമാണ് ഈ എയ്ഷർ ശരത്തിനെ ഇത്തരത്തിൽ ആക്രമിക്കുന്നതിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. അവിടെ എത്തിയ എയ്ഷർ ശരത്തുമായി ഒരു വാക്കുതർക്കം ഉണ്ടാവുകയും കയ്യിൽ കരുതിയിരുന്ന ബിയർ കുപ്പി ഉപയോഗിച്ച് ഈ ശരത്തിന്റെ തലയ്ക്ക് കുത്തി പരിക്കേൽപ്പിക്കുകയുമായിരുന്നു. ഉടൻ തന്നെ ഈ പരിക്കേറ്റ ശരത്തിനെ ആറ്റിങ്ങൽ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ശരത്ത് ഇപ്പോഴും അവിടെ ചികിത്സയിൽ തുടരുകയാണ്. ശരത്തിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഈ സംഭവത്തിന് ശേഷം ഈ പ്രതിയായിട്ടുള്ള എയ്ഷർ ഒളിവിൽ പോവുകയായിരുന്നു. ഒപ്പം തന്നെ ഇവിടെ നിന്നും ഒരു ഫോൺ സംഘടിപ്പിച്ച ശേഷം മറ്റൊരാളുടെ പേരിൽ സിം കണക്ഷൻ എടുത്തുകൊണ്ടാണ് ഇയാൾ ഒളിവിൽ പോയത്. കോയമ്പത്തൂരിലേക്കാണ് ഇയാൾ ഒളിവിൽ പോയതെന്നുള്ള വിവരം പിന്നീട് സൈബർ പോലീസിന്റെ കൂടി സഹായത്തോടു കൂടിയാണ് കടക്കാവൂർ പോലീസിന് മനസ്സിലാക്കാൻ സാധിച്ചത്. പിന്നീട് ഇവിടെ നിന്നുള്ള CIയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കടക്കാവൂർ എത്തുകയും ഇയാൾ ഒളിവിൽ താമസിച്ചിരുന്ന പ്രദേശത്ത് നിന്നും എയ്ഷർ, കുട്ടി എന്ന് വിളിക്കുന്ന എയ്ഷറിനെ പോലീസ് പിടികൂടുകയുമായിരുന്നു. അവിടെ വെച്ച് ഈ പ്രതി കടന്നു കളയാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും വളരെ സാഹസികമായി തന്നെ പോലീസ് ഈ പ്രതിയെ പിടികൂടുകയായിരുന്നു. ശേഷം പിന്നീട് കടക്കാവൂർ എത്തിക്കുകയും കൂടുതൽ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ പ്രതിയെ കോടതിയിൽ ഹാജരാക്കുകയും ഇപ്പോൾ റിമാൻഡ് ഏർപ്പെടുത്തിയിരിക്കുകയും ചെയ്തിരിക്കുന്നത്. അഖില, ശരി, ദേവൻ MP ആണ് വിവരങ്ങൾ നൽകിയത്.